എന്ന് പറയണ 3 മിനിറ്റേ ഉള്ളൂ. ഒന്ന് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് ഷിബു മീരാൻ. അപ്പോൾ ഏത് റിലീജിയനാണെന്ന് ഇന്ത്യൻ സിറ്റിസൺ അറിയില്ല. കാരണം ഇന്ത്യൻ സിറ്റിസന് മതമില്ല, വിശ്വാസങ്ങളുണ്ട്. സ്റ്റാറെല്ലാം കണ്ട, ഈ സ്റ്റാർ ഉണ്ട് കണ്ട, ഇവർക്ക് സ്റ്റാർ ഉണ്ട്. അതിനാണ് കാണാൻ പോകുന്നത്. ഇവർ ഇന്നലെ നടത്തിയ പരിപാടിയാണ്. PWDൻ്റെ അതോറിറ്റി ഇല്ലാണ്ട് ഇന്നലെ ഈ പരിപാടി നടന്നതാണ്. അപ്പം അതോറിറ്റി ഇല്ല, PWDൻ്റെ അതോറിറ്റി വേണോ? ആകെ കേരള പോലീസിൻ്റെ അടുത്ത് മൈക്ക് റിക്വസ്റ്റാണ്. മൈക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പൊല്യൂഷനൊന്നുമല്ല. അടുത്ത ഇനി ഈ സാറൊക്കെ കണ്ട, ഈ സാറയിലും നക്ഷത്രമുണ്ട്. ഇങ്ങ കണ്ടാൽ മതി. UDF, LDF, മറ്റേ SDPIയും BJPയും RSSും എല്ലാം കൂടി MLA യും കേരളത്തിൽ കേന്ദ്രമന്ത്രിയും എല്ലാം കൂടി ഉണ്ടായിട്ട് ഈ സാറ് കയ്യിലും നക്ഷത്രമുണ്ട്. ഏനാന്ന് രസം. അപ്പോൾ ഏനെന്താണ്, ബാബരി സംരക്ഷിച്ചിരുന്നെങ്കിൽ BJP ഇന്ന് ഭരിക്കില്ലായിരുന്നു. കള്ള പലിശകളെ. ഒരു കാര്യം പറയാം, ഇന്ത്യ ഈ എന്താണ് പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ ഈ ഭൂമി, അല്ലെങ്കിൽ വിശ്വാസങ്ങളിലുണ്ടായ ഈ ഭൂമി, ഈ ലോകത്ത് ബോർഡറുകൾ ഉണ്ടായിട്ടില്ല. ആ ബോർഡർ ഇല്ലാത്ത സമയത്ത് ഇന്തോ ചൈന, പേർഷ്യ അങ്ങനെ എന്തെല്ലോ ഉണ്ടായി. അപ്പോൾ ഏഷ്യൻ ഭാഗത്ത് കൂടുതൽ സംസാരിച്ചിരുന്നത് സംസ്കൃതമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സംസ്കൃതം എന്ന് പറയുന്നത് ഇന്നത്തെ കാണുന്ന സംസ്കൃതമല്ല. കാരണം ആ രീതിയിലുള്ള ഒരു സംസാര ഭാഷകളാണ് ഉണ്ടായിന്. അപ്പോൾ മനുഷ്യന്മാർ സംസാരിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. മനുഷ്യന്മാർ ഇല്ല കാലം തുടങ്ങിയ കുരങ്ങ മനുഷ്യനായാലും മനുഷ്യൻ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടതായാലും നടന്നത് ഈ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ അല്ലെങ്കിൽ ഈ ഇന്തോ ചൈന ആ രീതിയിൽ പറയുന്നത് ബിംബാരാധന കൂടുതലുണ്ടായ സ്ഥലമെന്നാണ്. സ്റ്റാച്യുവിനെ ആരാധിക്കൂ. ആ ആരാധന ആ സമയത്ത് അതേ ആരാധിക്കുന്ന ആൾക്കാർ മുസൽമാന്മാരായിക്കഴിഞ്ഞാൽ, കാരണം ആസ്ട്രോജിയിലെ ഒരു മുസൽമാൻ്റെ ഉറങ്ങുന്ന സമയത്ത് വിഷ്ണു നേരിട്ട് അവതരിപ്പിച്ചിട്ടാണ് പറഞ്ഞിനി, ബാബരി മസ്ജിദ് മുസൽമാർദല്ല, അവിടെ ആടൊരു അയാളാണെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയാണ്, എന്നെ മുസ്ലിം വിശ്വാസിയാണോന്ന് എനിക്കറിയില്ല, അങ്ങനെയും പറയുന്ന കണ്ടിനി. അയാൾ കറക്റ്റ് പറഞ്ഞില്ല, അത് ചക്രവർത്തിമാർ ഉണ്ടാക്കിയതെന്ന്. അത് പൊളിച്ച് മതം മാറിയപ്പോൾ ആ രാജാവ് അത് പൊളിച്ച് പള്ളിയാക്കി.